തുല്യതയാണ്, ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ ആണിനും പെണ്ണിനും ഏറ്റവും കൂടുതൽ സ്ത്രീ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് സ്ത്രീകളാണ്. എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇതൊക്കെ സിമ്പിളാണ്, ഇനി എന്നെ ആരും ഒന്നും ശിക്ഷിക്കില്ല, എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമായ ധാരണ അവൾക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവൾ ഇത്രയും ക്രൂരമായിട്ടുള്ള നടപടികൾ ചെയ്യുന്നത്. ഈ മരണമൊഴി, അവിടെ ഈ യുവാവ് മരണമൊഴി എഴുതി വെച്ചിരിക്കുകയാണ്. ആ മരണമൊഴി, ആ പേപ്പർ തന്നെ അവന്റെ കണ്ണുനീര് വീഴുന്നിട്ട് മഷി എന്താ പറയുക, ഇത് കലങ്ങിയിരിക്കുകയാണ്. ആ രീതിയിലിരിക്കുന്ന ഈ മരണമൊഴിക്ക് അപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്? ഒരു പെണ്ണ് മരിച്ചു കഴിഞ്ഞാൽ അതിന് ഈ എതിർഭാഗത്ത് നിൽക്കുന്ന പുരുഷൻ അവൻ തെറ്റുകാരൻ അല്ലെങ്കിൽ പോലും, ആ ഡോക്ടറെ കേസിലൊക്കെ നമ്മൾ കണ്ടതാണ്, തെറ്റുകാരൻ അല്ലെങ്കിൽ പോലും അവനെ ഏതൊക്കെ രീതിയിൽ തേജോവധം ചെയ്യുവാൻ പറ്റുമോ അവന്റെ ഭാവി ഭൂതകാലം എല്ലാം എടുത്തിട്ട് അലക്കി ആ ഫാമിലിയെ തന്നെ നശിപ്പിക്കുന്ന ഒരു നിലയിലോട്ട് പോവുകയും, എന്നാൽ ഒരു പെണ്ണ് പ്രതിയായിട്ടുള്ള കേസുകളാണെങ്കിൽ ആ കേസുകൾ ആ പെണ്ണിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പുരുഷന്മാർക്കെതിരെ നടപടി എടുത്താൽ അവൻ ആത്മഹത്യ ചെയ്യുന്നതിലെന്താ, അവന്റെ ജീവന് വിലയില്ല. മരിച്ച അപ്പൊ ഈ യുവാവിന്റെ മിഥുന്റെ അവിടത്തെ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് സുഹൃത്തുക്കളോ ആരെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വന്ന് ലവ് ചിഹ്നം ഇടുകയാണ്. മനസ്സിലായില്ല? അവൾക്ക് ഒരു എന്താ പറയുക, ഒരു ദുഃഖമില്ല. ഒരു ആർക്കായാലും നമ്മൾ മനുഷ്യത്വം, ഒരു ജീവനാണ്. അവളെ സ്നേഹിച്ചിരുന്ന 5 വർഷം പ്രണയിച്ചിരുന്ന ഒരു യുവാവാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്, അതും അവളുടെ പേരെഴുതി വെച്ചിട്ട്. ശ്രീ വട്ടിയൂർക്കാവ് അജിത് കുമാർ, ഈ ഒരാഴ്ച കാലം ജനുവരി 1-ന് ഒരു വിധു മോഹൻ എന്ന യുവാവ് നെയ്യാറ്റിൻകര ആത്മഹത്യ ചെയ്തു. അതിനും പ്രധാന കാരണം താമൂജി തന്നെ ചതിച്ചു, താമൂജി ഒരുപാട് പൈസ തന്നിൽ വാങ്ങിച്ചു, ഏറ്റവും അവസാനം നിന്നിട്ട് പോയി ചത്തൂടെ എന്ന് പറയും. പക്ഷെ ഇത് ഒരു ചാനലിൽ അന്തിച്ചർച്ച പറഞ്ഞില്ല, സാമൂഹ്യ മാധ്യമങ്ങളൊന്നും പറഞ്ഞില്ല, ഓൺലൈൻ മീഡിയയിൽ കുറച്ച് പേര് മാത്രം ഇടപെടുന്നു. ഈ സ്ഥാനത്ത് ഒരു പെണ്ണാണ് മരിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവം? തീർച്ചയായിട്ടും അതിൽ തന്നെയാണ് ഞങ്ങൾ മാനസികമായിട്ട് സംഘടനാപരമായിട്ട് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഈ എന്താ പറയാ ആണും പെണ്ണും രണ്ടും വേർതിരിച്ച് കാണുന്നത് സമൂഹം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ. ഒരു പെണ്ണ് മരിച്ചു കഴിഞ്ഞാൽ അതിന് ഈ എതിർഭാഗത്ത് നിൽക്കുന്ന പുരുഷൻ അവൻ തെറ്റുകാരൻ അല്ലെങ്കിൽ പോലും, ആ ഡോക്ടറെ കേസിലൊക്കെ നമ്മൾ കണ്ടതാണ്, തെറ്റുകാരൻ അല്ലെങ്കിൽ പോലും അവനെ ഏതൊക്കെ രീതിയിൽ തേജോവധം ചെയ്യുവാൻ പറ്റുമോ അവന്റെ ഭാവി ഭൂതകാലം എല്ലാം എടുത്തിട്ട് അലക്കി ആ ഫാമിലിയെ തന്നെ നശിപ്പിക്കുന്ന ഒരു നിലയിലോട്ട് പോവുകയും, എന്നാൽ ഒരു പെണ്ണ് പ്രതിയായിട്ടുള്ള കേസുകളാണെങ്കിൽ ആ കേസുകൾ ആ പെണ്ണിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഈ മിഥു മോഹന്റെ കാമുകി ഗാഥയെന്നോ അങ്ങനെ എന്തോ, മിഥുവിന്റെ ഗാഥയെന്നോ അങ്ങനെ എന്തോ ആ പെൺകുട്ടിയെ പറയുന്നത്, അവൻ ഓമന പേരിട്ട് വിളിക്കുന്നതാണ്. പക്ഷെ ഈ പെൺകുട്ടിക്കെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഐഫോണ്, ബർത്ത്ഡേക്ക് ഐഫോണാണ്, 60,000 രൂപയുടെ ഐഫോണാണ് വാങ്ങിച്ചു കൊടുത്തത്. സോറി, 60 അല്ല, 80,000 രൂപയുടെ ഐഫോൺ ആണ് വാങ്ങി കൊടുത്തിരിക്കുന്നത് ഇയാള്. ലാപ്ടോപ്പ്, സ്വർണ്ണമാല, ലാപ്ടോപ്പ്, സ്വർണം, പിന്നെ വേറെ എന്തെങ്കിലും ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. ഞാൻ ആ വീട്ടിൽ ഇന്നലെ പോയിരുന്നു. ഇന്നലെ പോയെന്ന് പറഞ്ഞാല് ഞാൻ 10 ദിവസം ആയപ്പോഴാണ്, ഇന്നലെ 10 ദിവസമായി, 10 ദിവസം ആയപ്പോഴാണ് ഞാൻ പോയത്. കാരണം ഞാൻ ആദ്യമേ പോകാമായിരുന്നു. ഞാൻ പോകാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കേസുകളിൽ നമ്മളെ ഗ്രീഷ്മ കേസാണ് അവസാനം. എല്ലാ കേസുകളിലും നമ്മൾ ഇടപെടുമ്പോൾ സംഘടന ഇടപെട്ട് ഒരു നീതി കിട്ടുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുമ്പോൾ ഈ ആണുങ്ങളുടെ ഫാമിലി, ഇതുപോലുള്ള യുവാക്കളുടെ ഫാമിലി, ഇവര് കാശ് വാങ്ങിച്ചിട്ടോ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പിൽ എത്തുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എനിക്ക് മാനസികമായിട്ട് നല്ലൊരു വിഷമമുണ്ട്, ഒരു മനസ്സ് മടുത്തുപോയി. അതുകൊണ്ട് തന്നെയാണ് ഈ വിധു മോഹന്റെ കേസ് കേട്ട് അറിഞ്ഞിട്ടും പോകാൻ മടിച്ചു. എന്നിട്ട് ഞാൻ പോകാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ 2 ദിവസത്തിന് മുന്നേ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. ആ വീഡിയോയില് ഈ മിഥു മോഹന് ഒരു സുഹൃത്ത് വലയം തന്നെയുണ്ട്. ഭയങ്കര ഒരു സൗഹൃദം ഉള്ള ഒരു നാട്ടുകാര്, കുറച്ച് യുവാക്കൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോ ഈ ഫാമിലി എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതെന്നും ഈ യുവാക്കളാണ് ശക്തമായിട്ട് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നലെ പോയത്. ഇന്നലെ പോകുന്നതിന് മുമ്പേ മെനഞ്ഞാന്ന് രാത്രി ഞാൻ ഈ മോഹൻ, ഇദ്ദേഹത്തിന്റെ മിഥുന്റെ അച്ഛനെ ഞാനൊന്ന് വിളിച്ചു. അച്ഛനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ കാര്യത്തിൽ നമ്മുടെ കൂടെ നിൽക്കുമോ? കാര്യം ഇത്രയും ദിവസമായിട്ട് പോലീസ് നടപടി എന്തായി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പോലീസ് നടപടിയെല്ലാം പഴയ കണക്ക് തന്നെ, ഒരു കാര്യവും നടന്നിട്ടില്ല. അങ്ങനെയാണ് ഇന്നലെ രാത്രി ഞാൻ അവിടെ ഉച്ചയ്ക്ക് അവിടെ പോകുന്നത്. അവിടെ പോയി കാര്യങ്ങൾ നോക്കി അവിടെ ഇരുന്ന് ഞാൻ നെയ്യാറ്റിൻകര SHO വിളിച്ചു, സർക്കിളിനെ വിളിച്ചു, സർക്കിൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നല്ല രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നടപടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ ഇനിയും 10 ദിവസം വേണമെന്ന് പറഞ്ഞു. കാര്യം എത്ര ദിവസം വേണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ 10 ദിവസം ഇനിയും വേണം. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ സമര പരിപാടികളുമായിട്ട് പോകും, അത് അതിന്റെ വേണ്ടുന്ന നടപടികൾ ഞങ്ങളും ചെയ്യും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു 6 ദിവസത്തിനകം നിലവിൽ കേസെടുക്കാം, ആ പെൺകുട്ടിക്കെതിരെ കേസെടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ വേറെന്ന് പറഞ്ഞാൽ തെളിവുകൾ ഉണ്ടാവണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ മരണമൊഴി, അവിടെ ഈ യുവാവ് മരണമൊഴി എഴുതി വെച്ചിരിക്കുകയാണ്. ആ മരണമൊഴി, ആ പേപ്പർ തന്നെ അവന്റെ കണ്ണുനീര് വീഴുന്നിട്ട് മഷി എന്താ പറയുക, ഇത് കലങ്ങിയിരിക്കുകയാണ്. ആ രീതിയിലിരിക്കുന്ന ഈ മരണമൊഴിക്ക് അപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്? പോലീസിനോട് ഇവിടുത്തെ സർക്കാർ സംവിധാനത്തോട് ചോദിക്കുകയാണ്, എന്തിനാണ്
മരണമൊഴി, ഏറ്റവും വലിയ മൊഴി മരണമൊഴിയാണ്. ഈ സാധനം ഈ പെൺകുട്ടിക്കെതിരെ ഉള്ളപ്പോ ഇതിൽ പോലീസ് പറഞ്ഞ പെൺകുട്ടിക്കെതിരെ കേസെടുത്ത് പെൺകുട്ടി പ്രതിയാക്കി, പെൺകുട്ടി പ്രായം 21 വയസ്സെന്തേ ഉള്ളൂ, ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്താൽ ഒരു ജീവൻ വീണ്ടും പോവുകയില്ലേ എന്നാണ് പോലീസിന്റെ നിലപാട്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ ഓപ്പോസിറ്റുള്ള കേസുകളിൽ ഈ പുരുഷന്മാർക്കെതിരെ നടപടിയെടുത്താൽ അവൻ ആത്മഹത്യ ചെയ്യുന്നതിൽ എന്താ അവന്റെ ജീവന് വിലയില്ല? ആണുങ്ങളുടെ ജീവൻ ഇവിടെ എന്താ വിലയില്ലാത്ത? അപ്പൊ അതൊരു ചോദ്യമല്ലേ? ആണുങ്ങളുടെ ഇവിടെ തുല്യതയാണ്, ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ ആണിനും പെണ്ണിനും. ഇന്നലെ ഞാൻ അവിടെ വീഡിയോ എടുത്തപ്പോ ഈ മിഥുന്റെ അനുജത്തി ആ പെൺകൊച്ച് പറയുന്നുണ്ട്, ഞാനും ഒരു പെണ്ണാണ്, ഇവിടെ നമുക്ക് ആവശ്യം ഈക്വാലിറ്റിയാണ്, ഒരു തുല്യത വേണം. ആ മറ്റേ ഈ പെൺകുട്ടിയെ, പ്രതിയായിട്ടുള്ള ഈ പെൺകുട്ടിക്കെതിരെ ഒരു നടപടി ഉണ്ടാവണം, പോലീസ് കേസ് എടുക്കണം, ജയിലിൽ അടയ്ക്കണമെന്നുള്ളതാണ് ആ കുഞ്ഞു മോള് വരെ പറയുന്നത്. അപ്പൊ ഇത് ഏകപക്ഷീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്. കാര്യം അത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പ്രതികളായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ മാധ്യമങ്ങളിൽ വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഈ സ്ത്രീകൾ പ്രതികളായിരിക്കും ഒരിക്കലും ഈ സ്ത്രീകളുടെ ഫോട്ടോ ഒരു മാധ്യമങ്ങളിൽ കാണിക്കില്ല. ഇപ്പൊ ആണാണ് പ്രതിയെങ്കിൽ അവന്റെ ആ പയ്യന്റെ ഫോട്ടോ, വീട്ടുകാരുടെ ഫോട്ടോ കാണിക്കും. പക്ഷെ എന്തുകൊണ്ട് സ്ത്രീ പ്രതിയാകുമ്പോൾ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഒരു മാധ്യമം കാണിച്ചിട്ടില്ല? കാണിച്ചെങ്കിലും മുഖം മായ്ച്ചും ബെർൽ ഇത് കാണിക്കും. ഇതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു 4 വർഷത്തിന് മുമ്പേ ആദ്യമായിട്ട് ഞാനാണ് ജയിലിൽ പോകാൻ തയ്യാറ് എന്ന് പറഞ്ഞിട്ട് ഒരു കേസിൽ ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കർമാന്യൂസ് കാണിച്ചു. കർമാന്യൂസ് കാണിച്ചിട്ട് കർമാന്യൂസ് അത് ആ വീഡിയോ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. 24 മണിക്കൂർ മുമ്പേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ എനിക്കെതിരെ കേസ് വരും, ജയിലിൽ പോകുമെന്നൊക്കെ പറഞ്ഞപ്പോഴൊന്നും ഞാനത് മൈൻഡ് ചെയ്തില്ല. അത് മുന്നോട്ട് തന്നെ പോയി. പക്ഷെ പിന്നീടുള്ള ഒരുപാട് കേസുകളിൽ ഞങ്ങൾ സംഘടനാപരമായിട്ട് ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുമ്പോഴും ഞങ്ങളുടെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോഴും ഞങ്ങൾ ഏത് പ്രതിയായിട്ടുള്ള പെൺകുട്ടിയുണ്ടോ അവരുടെ ഫോട്ടോ ഇടും. അങ്ങനെയാണ് ഇപ്പൊ കുറച്ചൊക്കെ മാറി വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോ അവസാനം വന്ന കേസിലൊക്കെ വന്നിട്ടുണ്ട്. ഈ കേസിൽ ഞങ്ങളും ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഇന്നലത്തെ ലൈവിലും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലും ഞങ്ങളുടെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രതി തന്നെയാണ്, ഒരു മാറ്റമില്ല. അത് ആണായാലും പെണ്ണായാലും. ആ ഈ മരിച്ച പെൺകുട്ടിയുടെ ഈ യുവാവിന്റെ മിഥുന്റെ അവിടത്തെ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് സുഹൃത്തുക്കളോ ആരെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വന്ന് ലവ് ചിഹ്നം ഇടുകയാണ്. മനസ്സിലായില്ല? അവൾക്ക് ഒരു എന്താ പറയുക, ഒരു ദുഃഖമില്ല. ആർക്കായാലും നമ്മൾ മനുഷ്യത്വം, ഒരു ജീവനാണ്. അവളെ സ്നേഹിച്ചിരുന്ന 5 വർഷം പ്രണയിച്ചിരുന്ന ഒരു യുവാവാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്, അതും അവളുടെ പേരെഴുതി വെച്ചിട്ട്. എന്നിട്ട് അതിൽ ഒരു മനോവേദന ഇല്ല എന്ന് പറഞ്ഞാൽ ഇവൾ എന്തുമാത്രം മൃഗമാണ്. മൃഗങ്ങൾക്ക് പോലും ഒരു അല്പം എന്താ പറയുക, അറിവുണ്ടാവും, തിരിച്ചറിവുണ്ടാവും. ഒരു പശ്ചാത്തലമില്ലാത്തൊരു കുട്ടിയാണ്. അത് മാത്രമാവും ഈ 5 വർഷത്തോളം അയാളെ, ആദ്യത്തെ 2 വർഷം യഥാർത്ഥം പറഞ്ഞ പെൺകുട്ടി ഇങ്ങോട്ടാണ് സ്നേഹം, അവനോട് പ്രണയാഭ്യർത്ഥന നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് പിന്നീട് അവൻ സ്നേഹിക്കുന്നത് ഈ പെൺകുട്ടി. പക്ഷെ സ്നേഹിച്ചപ്പോ അവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. ലക്ഷങ്ങളുടെ ബാധ്യതയാണ് ഇപ്പൊ അവൻ ഇവൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. വീട്ടിൽ നിന്നൊക്കെ കടം വാങ്ങിച്ചും മറ്റും ചെയ്തു, ജോലി ചെയ്തും ഒക്കെ ഒരുപാട് കാശും സാധനങ്ങളും ഇവൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അല്പമെങ്കിലും ഇത് ഈ പെൺകുട്ടി കാണിക്കണ്ടേ, ആത്മാർത്ഥത കാണിക്കണ്ടായിരുന്നു. അത് കാണിക്കുന്നില്ല. എന്താ ചെയ്യാൻ? അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികളെ പ്രതിയായിട്ടുള്ള കേസുകൾ ഫോട്ടോ വരുന്നില്ല, പോലീസ് സ്റ്റേഷനിൽ കേസ് എടുക്കുന്നില്ല, കോടതികൾ ഇടപെടുന്നില്ല. അതുകൊണ്ട് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാല് ക്രിമിനൽ സ്ത്രീകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഫെമിനിസത്തിന്റെ കടന്നുകയറ്റം എന്ന് പറയുന്നത്. ഫെമിനിസ്റ്റുകൾ ഇവിടെ എന്താ പറയാ, പാശ്ചാത്യ നാടുകളിൽ ഇപ്പോൾ നടക്കുന്നതിന്റെ ഡബിളായിട്ട് അത് അനുകരിക്കുന്നത് കേരളത്തിലാണ്. കാരണം കേരളത്തിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൂടിപ്പോയി, അറിവ് കൂടിപ്പോയി. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇപ്പൊ വിവാഹം വേണ്ട എന്ന് പറയുന്നത്. അവർക്ക് വിവാഹത്തോട് താല്പര്യമില്ലല്ലോ. അവർക്ക് താല്പര്യമുള്ളത് എന്താണ്? ഏതെങ്കിലും ഒരേ സമയം ഒന്നിലധികം യുവാക്കളുമായിട്ട്. ഈ പെൺകുട്ടി തന്നെ വേറെ യുവാവുമായിട്ടുള്ള ബന്ധമുണ്ട്, അതിപ്പോ തെളിവ് സഹിതമുണ്ട്. ഈ പെൺകുട്ടി താലി പിടിച്ച് പറയണം തിരിച്ച് വരണം, ലൈഫ് തിരിച്ച്. അപ്പോഴും പെൺകുട്ടി നിന്റെ ചത്തൂടെ. ഈ പെൺകുട്ടി മാത്രമല്ല, പെൺകുട്ടിയുടെ അമ്മയും പറയണം നീ ചത്താലും നമുക്കൊരു പ്രശ്നമില്ല എന്ന് പറയാം. അതെ. അത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആ അമ്മ, മിഥുന്റെ അമ്മ ഇന്നലെ എന്നോട് സംസാരിച്ചപ്പോ അവർ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ വാക്കാണ്. അവരൊന്ന് കെഞ്ചി എന്നാണ് പറയുന്നത്. ഈ വാക്കാണ് അവർ ഉപയോഗിച്ചത്. ഞാൻ കെഞ്ചി ആ പെൺകുട്ടിയോട് ഒന്ന് വിളിച്ച് ഒരു 2 മിനിറ്റ് സംസാരിച്ചാൽ, കൃത്യമായിട്ടും ആ അമ്മയോടും പറഞ്ഞു, ആ പെൺകുട്ടിയുടെ അമ്മയോടും പറഞ്ഞു, 2 മിനിറ്റ് സംസാരിച്ചാൽ അവനെ ഇന്നൊന്ന് മാറ്റിയിട്ട്, കുറച്ച് ദിവസം മാറ്റിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ പഠിക്കാനോ എന്തിനൊന്നും പറഞ്ഞ് നമ്മൾ ദൂരസ്ഥലത്തേക്ക് മാറ്റി അവന്റെ മനസ്സ് മാറ്റിയെടുക്കാം എന്ന് വരെ പറഞ്ഞിട്ട് ഒരു മൃഗീയമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ അമ്മയും മകളും സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത് മാത്രമല്ല അവരുടെ ഫാമിലിയും വളരെ മോശം എന്നാണ് പറയുന്നത്. എന്തായാലും സംഘടന കൂടെ ഇവർ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് സമരത്തിൽ കൂടിയായാലും എങ്ങനെയായാലും ഒരു അറസ്റ്റ്
ചെയ്യുന്ന ഒരു നിലയിലോട്ട് എത്തിക്കും. അതിന് മാറ്റം. ഗ്രീഷ്മയുടെ കേസും ഒരു വരിത്തിരിയിലേക്ക് വരിക. അപ്പൊ സന്ദർഭം എന്തിനാണ് ആ ഗ്രീഷ്മ കേസിൽ ഇടപെടുന്നത്? ഗ്രീഷ്മ കേസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ശക്തമായിട്ട് ആദ്യമേ ഇടപെട്ട ഒരു കേസാണ്. ഷാരൂഖിന് വേണ്ടിയിട്ട് മരണം നടന്ന അന്ന് തന്നെ അവിടെ വീട്ടിൽ പോവുകയും അവർക്ക് വേണ്ടുന്ന പിന്തുണ കൊടുക്കുകയും നിങ്ങൾക്ക് അഡ്വക്കേറ്റ് ഇല്ലെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള വക്കീലിനെ ഞങ്ങൾ തരാം, നല്ല രീതിയിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു. അവരെല്ലാം ഓക്കെ പറഞ്ഞിട്ട് പിന്നീട് അവർ തമ്മിൽ നമ്മൾ സംഘടനാപരമായിട്ടൊക്കെ ഒന്ന് ബലപ്പിച്ചപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഷാരൂഖിന്റെ ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് അവരുടെ ഫാമിലിയിൽ നിന്ന് നല്ല കാശ് കൈപ്പറ്റിയിട്ട് തന്നെയാണ് ഇവര് ഇപ്പോ മാറി നിൽക്കുന്നത്. ആ മാറി നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ പുള്ളിക്കാരിക്ക് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയത് മാത്രമല്ല, ഗുരുതരമായിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാല് എന്താ പറയുക, പ്ലാൻ ചെയ്ത് കൊലപാതകം ചെയ്തതാണത്. സ്നേഹിച്ച യുവാവിനെ കൊന്നതിന് ശേഷം ഇപ്പൊ ചെയ്തിരിക്കുന്ന ആ കുറ്റപത്രം റദ്ദ് ചെയ്യാൻ വേണ്ടി ഹൈക്കോടതി കൊടുത്തിരിക്കുകയാണ്. അതൊന്ന് ആലോചിച്ച് നോക്കണേ. ആ കുറ്റപത്രം, കൊലപാതകികളെ സംരക്ഷിക്കുന്ന ഒരു നിയമവ്യവസ്ഥയാണ് ഇന്ന് നമുക്ക് നിലനിൽക്കുന്നത്. അത് പെണ്ണാണെങ്കിൽ മനസ്സിലായില്ലേ, പെണ്ണുങ്ങൾക്ക് എന്തും ചെയ്യാം, ആരെയും കൊല്ലാം. ഇത് എന്താണ് ഒരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനിയിപ്പോ ആ കുറ്റപത്രം റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈസി ആയിട്ട് ഇറങ്ങി പോകില്ലേ? ഇവിടെ ശിക്ഷിക്കില്ലല്ലോ. ആ ഒരു നിലയിലാണ് പോകുക. എന്തായാലും ഈ ഫാമിലി നമ്മുടെ കൂടെ നിൽക്കാത്തോടത്തോളം കാലം ഇതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഞാൻ സുപ്രീം കോടതി വക്കീലുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. കാര്യം ഈ കേസ് ബബുല ഉമർ ഖാനാണ് ഈ കേസ് ഞാൻ ഇടയ്ക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ എന്നിട്ടാണ് ഒരു കാല് മാറിക്കളഞ്ഞത്. അപ്പൊ ബബുല ഉമർ ഖാനോട് ഞാൻ ഇന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് സംസാരിച്ചിട്ട് ഇതിൽ നമുക്ക് പൊതു താല്പര്യ ഹർജിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? എന്തായാലും അതിനെ നമ്മൾ എതിർക്കണമല്ലോ, അത് എതിർക്കാനുള്ള വഴി ചെയ്യാം. പക്ഷേ ഷാരൂഖിന്റെ ഫാമിലി ചെയ്യില്ല, അവർ നല്ല കാശ് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവർ ചെയ്യില്ല. നമ്മൾ അല്ലാതെ ഒരു വഴി നമ്മൾ നോക്കേണ്ടി വരും. ഇപ്പൊ ഈ മിഥു മോഹന്റെ സാമൂഹ്യ ഗ്രീഷ്മ ഇതെല്ലാവരും ഇവർ കോടതിയിൽ പോയാൽ നിയമപരമായിട്ട് നേരിട്ട് തിരിച്ച് ഇറങ്ങി വരാം എന്നൊരു പ്രേരണ ഉള്ളതുണ്ടല്ലോ. പെൺകുട്ടികളെ നിയമം ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു ബോധ്യം തന്നെയാണ് ഈ ഇപ്പോൾ നടന്ന ഈ മിഥുന്റെ കേസിൽ വന്നിരിക്കുന്നത്. ആ പെൺകുട്ടിക്ക് ആ ധൈര്യമുണ്ട്. ആ ധൈര്യമുള്ളത് കൊണ്ടാണ് ഇവര് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്താൽ, ഇവന്റെ ഫോട്ടോയോ മറ്റോ എന്തെങ്കിലുമൊക്കെ കൂട്ടുകാര് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലവ് ചിഹ്നം കൊണ്ടിടുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇതൊക്കെ സിമ്പിൾ ആണ്. എന്നെ ആരും ഒന്നും ശിക്ഷിക്കില്ല, എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമായ ധാരണ അവൾക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവൾ ഇത്രയും ക്രൂരമായിട്ടുള്ള നടപടികൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നിന്നും ഇവിടെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ അനുവദിക്കാൻ പാടില്ല. പക്കാ ക്രിമിനലുകളാണ് ഇതൊക്കെ, വിഷം ചീറ്റുന്ന ക്രിമിനൽ. ഇതിനെയൊക്കെ എത്രയും വേഗം തുറുങ്കിലടയ്ക്കണം, അല്ലെങ്കിൽ ഇത് നാട്ടുകാർ തല്ലിക്കൊല്ലുമെന്ന് എനിക്ക് പറയാനുള്ളൂ. ആ രീതി നിയമം എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ മാറുന്നത്? നിയമം മാറുന്നതെന്ന് പറഞ്ഞാല് പണ്ട് കാലത്ത് നമ്മുടെ അമ്മമാര് ചെറിയ രീതിയിലൊക്കെ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ പീഡനങ്ങളുടെ ഫലമായിട്ടാണ് അവർക്ക് അനുകൂലമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ പരിചയമായിട്ട് കൊടുത്തതാണ്. അവർക്ക് പരിചയമായിട്ടാണ് ഈ നിയമങ്ങൾ കൊടുത്തത്. പക്ഷേ അവരിന്ന് മാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പുരുഷനെതിരെ. അതാണ് സംഭവിക്കുന്നത്. കാരണം അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു നടപടിയിലോട്ട് വരേണ്ട കാര്യങ്ങളില്ലല്ലോ. ഈ പെൺകുട്ടികൾ എന്തുകൊണ്ട് ഇത്ര മൃഗീയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു? ഇവർക്ക് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ സ്ത്രീ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് സ്ത്രീകളാണ്. അവർക്ക് കൊടുത്തിട്ടുള്ള പരിരക്ഷയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് ഈ നിയമങ്ങൾ. അതിനെ ഏതൊക്കെ രീതിയിൽ ദുരുപയോഗം ചെയ്യാമോ ചെയ്യും. അത് പോലീസ് വലിയൊരു ഉപകാരം സോഷ്യൽ മീഡിയയിൽ പാവാടകളുണ്ട്. ഈ പാവാടകളും പോലീസ് ഉദ്യോഗസ്ഥരും കോടതികളും എല്ലാം ഇന്ന് സ്ത്രീപക്ഷത്താണ്. ആ സ്ത്രീപക്ഷത്ത് വരുന്നതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളും സ്ത്രീപക്ഷത്തില് അല്ലെങ്കിൽ ഇപ്പൊ മിഥുന്റെ സ്ഥാനത്ത് ആ പെൺകുട്ടി മരിച്ചെങ്കിൽ ഇപ്പൊ എത്ര അന്തിച്ചർച്ച നടന്നു? തീർച്ചയായിട്ടും അതും വളരെയധികം വേദനിപ്പിക്കുന്നതാണ്. മുഖ്യധാര മാധ്യമങ്ങൾ, ഒരു മാധ്യമങ്ങൾ പോലും അവിടെ പോയി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു അന്തിച്ചർച്ച നടക്കുന്നില്ല. ഒരു പെണ്ണാണ് മരിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? എത്രയോ ദിവസം അത് മാത്രമല്ല, ഈ അപ്പൊ തന്നെ 24 മണിക്കൂറുകൾക്ക് മുന്നേ ഇയാളെ പിടിച്ച് റിമാൻഡ് ചെയ്തിട്ട്, അത് മാത്രമല്ല പിന്നെ അങ്ങോട്ട് ചർച്ചയാണ്. ഏതൊക്കെ രീതിയിൽ ക്രൂരത ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, എന്തൊക്കെ ചെയ്തു, മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറഞ്ഞ് ഏതൊക്കെ രീതിയിൽ ഇളക്കിയെന്നറിയും. പക്ഷെ എന്ത് ചെയ്യാൻ, ഇവിടെ ഒരു മാധ്യമങ്ങളും തിരിഞ്ഞു നോക്കുന്നില്ല. വളരെ കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമേ അവിടെ പോയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? എന്തായാലും ഞങ്ങൾ സമരപര പരിപാടികളുമായിട്ട് ശക്തമായിട്ട് പോകും. മുഖ്യധാര മാധ്യമങ്ങൾ വരെ അവിടെ വരേണ്ട സാഹചര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും. ബിഗ് ബോസിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത പറഞ്ഞിട്ടുണ്ട് സമൂഹ മാധ്യമത്തിൽ. എന്താണ് ബിഗ് ബോസിൽ പോകുന്നു എന്നുള്ള? ഇപ്പൊ ഒരുപാട് കേസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ബിഗ് ബോസിലേക്ക് പോകുന്നില്ല. കാര്യം ഓൾ കേരള മെൻസ് അസോസിയേഷനൊക്കെ നിലപാടുള്ള സംഘടനയാണ്. അവിടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഫെമിനിസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയല്ല, നമ്മളെ പോലുള്ള നിലപാടുള്ള ശക്തമായിട്ടുള്ള നിലപാടുള്ള വ്യക്തികൾക്ക് ബിഗ് ബോസിൽ പോകാനുള്ള ഒരു അവസരങ്ങളില്ല, അതിനുള്ള സമയമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സത്യം.
അപ്പോൾ പണിയില്ലാത്തവർക്ക് പറ്റിയിട്ടുള്ള ജോലിയാണ് ഈ ബിഗ് ബോസ്. അവിടെ പോയി 100 ദിവസം താമസിക്കുക, അവരുടെ എന്താ പറയാ ആ രീതി സെറ്റപ്പുകളിലോട്ട് പോവുക. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസിൽ പോകുന്നതായിട്ടുള്ള ഒരു അജണ്ട ഇപ്പൊ നിലവിലില്ല, അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചിട്ടുമില്ല.